ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ്. നമുക്കിത് ഒരു മെയിനായിട്ട് അല്ലെങ്കിൽ ഒരു ലഞ്ചിനോ ഡിന്നറിനോ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ പൊതിഞ്ഞു കെട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്, ഒരു സൂപ്പർ റൈസാണ്. അപ്പോൾ ഇതിനു വേണ്ടി ക്യാരറ്റും പിന്നെ അല്പം ബസ്മതി റൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു കപ്പോളമുള്ള ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 200 ml. ബസ്മതി റൈസ് തന്നെ വേണം എന്നില്ല, നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാം. ഇനി അതല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുത്തിരിച്ചോറൊക്കെ വെച്ചിട്ട് ജയാരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബസ്മതി റൈസ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു മണമൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതാ ഞാൻ ബസ്മതി റൈസ് ഒക്കെ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുതിർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കതൊരു നമ്മൾ പറയത്തില്ലേ പൂ പോലത്തെ ചോറ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിൽ കിട്ടും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഒരു 3-4 ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു 2-3 മതിയാവുമായിരിക്കും കേട്ടോ. ഇത് ഇച്ചിരി നീളം കുറവാണ്, അതുകൊണ്ടാണ് ഞാനൊരു 4 എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഞാനൊന്ന് ഒന്ന് ചീവിയിട്ടാണ് വന്നിരിക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗ്രേറ്റ് ചെയ്യുന്ന ക്യാരറ്റാണ് എപ്പോഴും ഇതുപോലത്തെ റൈസ് ഉണ്ടാക്കാൻ നല്ലത്. ഇങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടുമ്പോഴത്തേക്കും അത്ര ടേസ്റ്റ് കാണത്തില്ല, പ്രത്യേകിച്ച് ക്യാരറ്റ് റൈസിന്. അപ്പോൾ നമുക്കിനി അരി എങ്ങനെ വേവിക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പോളമുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങണം. അതിനുശേഷം മാത്രമേ നമ്മൾ എന്താ പറയുക കുതിർക്കാൻ വെച്ചിരിക്കുന്ന അരി ഒന്ന് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് കിടക്കാൻ, കുഴഞ്ഞു പോവാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരാണെങ്കിലും അല്പം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഉപ്പ് ഇച്ചിരി മുന്നേ നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിങ്ങനെ ആ ഒരു ഉപ്പിൻ്റെ രുചി ഇങ്ങനെ കുറച്ച് മുന്നേ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ്, നമ്മുടെ ചോറിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതായത് അരി വെന്തോന്ന് അറിയാനായിട്ട് ഒരു അരി എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ 2ആയിട്ട് പിളരും. അപ്പോൾ നമ്മുടെ അരി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അരി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി നന്നായി ചൂടാറണം കേട്ടോ, അരിയല്ല ചോറ്. ഈ ചോറ് നന്നായി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റൈസ്, നമ്മൾ ഈ ഒരു ക്യാരറ്റ് മിക്സിനകത്തോട്ട് ഇടുന്നത്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ക്യാരറ്റിൻ്റെ മസാല ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 ടീസ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം ഓയിലും ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇങ്ങനത്തെ ഒക്കെ റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ഒഴിച്ചാലായിരിക്കും കൂടുതൽ രുചി. നമ്മുടെ ഒരു തേങ്ങയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലത്. അപ്പോൾ ഞാനിത് പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്, നെയ്യും ഓയിലും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മുഴുവനോടെ എടുക്കാം കേട്ടോ. ഇനി ഞാൻ ചേർക്കുന്നത് 2 ഗ്രാമ്പൂ, അതുപോലെ തക്കോലം ഞാൻ 1 അത് പക്ഷേ 2ആയിട്ട് ഇങ്ങനെ പിളർന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ 2 ഇട്ടത്. ശരിക്കും അത് 1 ഉള്ളൂ. പിന്നെ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇതിന് പല സ്ഥലത്തും പലതാ പറയുക. ചിലയിടത്ത് ബിരിയാണി ഇല എന്ന് പറയും, ചിലയിടത്ത് എന്തോരല്ല, എനിക്കത് കറക്റ്റായിട്ട് പേര് പറയാൻ അറിയുന്നില്ല. പിന്നെ കറുവപ്പട്ടയുടെ ഇല എന്നൊക്കെ പറയും. അപ്പോൾ എന്താണെങ്കിലും ഇത് ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഇലയാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് ഞാനതൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിത് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഒന്ന് കളയുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഞാൻ അല്പം കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കശുവണ്ടി ചേർത്താൽ മതി. അപ്പം നമുക്കിതും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം.
ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ സവോളയാണ് ചേർക്കുന്നത്. ഞാനൊരു 2 മീഡിയം സൈസായിട്ടുള്ള സവോള ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിനി നമ്മൾ ബിരിയാണിയിലൊക്കെ അരിയുന്നത് പോലെ നീളത്തിൽ അരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം. ഇനി ഞാൻ സവോള ഞാൻ ഉപ്പ് ഇപ്പിടുന്നേ ഇല്ല, ഞാനത് മനഃപൂർവ്വം ഇടാത്തതാണ്. ഇപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇതിങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റും കൂടി ഇടുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് വെള്ളമായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഒതുങ്ങി വന്നാൽ മതിയാവും. അപ്പോൾ ഇതാ ഈ സവോളയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി മാത്രമാണ്, ഞാൻ വെളുത്തുള്ളി എടുക്കുന്നേ ഇല്ല. ഇതിന് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇതാ ഇതുപോലെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം ഓരോ ബ്ലേഡിനനുസരിച്ചാണ്, എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത്യാവശ്യം നീളത്തിലുള്ള അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതാ ഞാനൊരു 1/4 കപ്പോളം ഉള്ള ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഞാനൊരു കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. പക്ഷേ ചേർത്തുന്ന നല്ലതാണ് കേട്ടോ, നല്ല രുചിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ക്യാരറ്റാണ്, അത് നന്നായി വെന്തോട്ടെ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത്. അന്നേരം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു വിചാരിച്ച അത്രയും നമുക്കൊരു ഡ്രൈ ആയിട്ട് നമ്മുടെ റൈസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അന്നേരം ഈ ക്യാരറ്റിലെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങി നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും, നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം ഹൈ ഫ്ലെയിമിനകത്ത്. ഇനി ഇതിനകത്തോട്ട് അല്പം പൊടികൾ ചേർക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് ലോയിലോട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അടി പിടിച്ചു പോകും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂണോളം ഒരു കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇത് രണ്ടാണ് സത്യത്തിൽ ഒരു മസാലപ്പൊടി എന്ന് പറയാൻ ഞാൻ ചേർക്കുന്നത്. ജസ്റ്റ് ഒരു എരിവിന് വേണ്ടി മാത്രമാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു മുളക് പൊടി ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രുചി അപ്പാടെ മാറി. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. ഇനി നമുക്ക് മീഡിയം ഹൈ ഫ്ലെയിമിലോട്ട് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതാ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചോറിനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതാ ഒന്നും കൂടെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഞാൻ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കുരുമുളകും പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഓപ്ഷണലാണ് തികച്ചും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുട്ട ഇല്ലാതെ നല്ല സ്വാദാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ലഞ്ച് ബോക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഞാനിന്ന്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒത്തിരി പ്ലെയിൻ ആയി പോകത്തില്ലേ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പം ഞാൻ ഓർത്താന്ന് ഇവർക്ക് കുറച്ച് മുട്ടയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്നൊരു രുചി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് മുട്ട ചേർത്തത്. അപ്പോൾ ഇതാ ഞാനൊരു നടുക്ക് ഇങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലാണ് ഞാൻ ഈ മുട്ട ഒഴിക്കുന്നത്. ഇനി അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ആയതിനു ശേഷം, അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വേവാൻ തുടങ്ങുന്നതിന് ശേഷം മാത്രമേ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുവരെ ഞാൻ ഇതിൻ്റെ നടുവിലിട്ടിട്ടാണ് ഇതൊന്ന് എന്താ പറയുക ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇതപ്പോൾ ഇവിടെ മുട്ട ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനോട് കൂടെ തന്നെ നമ്മുടെ ക്യാരറ്റും അതുപോലെ ആ ഗ്രീൻ പീസിൻ്റെ എല്ലാ മസാലയുടെയും കൂടെ മുഴുവനോട് കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ. ഇനി ഞാൻ ഇതിനകത്തുനിന്ന് ആ ഒരു ഇല ഒന്ന് എടുത്ത് മാറ്റാണ്. കാരണം പേരിന് നമുക്ക് 1 2 ഒരു ചെറിയൊരു ഇല മതിയാവും. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ ഇല ആയതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി കെടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫ്ലേവറൊക്കെ ഇറങ്ങി കാണും. അപ്പം ഞാൻ ഇതിനകത്ത് നിന്നുള്ള വലിയ പീസുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ റൈസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അല്പം ഒരു പൊടിയും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അതാണ് കുറച്ചും കൂടെ സ്വാദ് കൂട്ടി കൊടുക്കുന്നത്. ഇതാ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചൂടൊക്കെ ആറിയിട്ടുള്ള അത്യാവശ്യം തണുത്തിട്ടൊക്കെയുള്ള നമ്മുടെ ചോറ് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഞാൻ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമ്മുടെ ഈ ചോറിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ്. സ്വാദ് കൂടെ ഉള്ളൂ, ഇതിന് വേറൊരു ഫ്ലേവറൊക്കെ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഞാൻ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്.
മല്ലിയില ഓപ്ഷണലാണ്, ചിലപ്പോൾ എല്ലാവർക്കും മല്ലിയില ഇഷ്ടപ്പെടണം എന്നില്ല. എന്നാൽ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട്, നമ്മുടെ ലോ ഫ്ലെയിമിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ റൈസ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ, പല കളേഴ്സൊക്കെ കൂടിയിട്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അല്പം നാരങ്ങ നീര്, ഒരു 1/4 ടീസ്പൂണോളമുള്ള നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. അതിന് ചെറിയൊരു പുളിയൊക്കെ കിട്ടുമ്പോൾ ആ ഒരു ഫ്ലേവർ വരുമ്പോഴത്തേക്കും അത് ഒരു എന്താ പറയുക, കുറച്ചും കൂടി രുചി കൂടും. അത് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിനി അതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു ഡിഷിനകത്തോട്ടൊന്ന് മാറ്റാണ്. അപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ആവി വറക്കുന്ന നല്ലൊരു അടിപൊളി ക്യാരറ്റ് റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിന് അല്ലെങ്കിൽ നമ്മൾ വലിയവർക്കാണെങ്കിലും ഉച്ചയ്ക്ക് ചോറിന് പകരമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് പോലെ കുറച്ച് സവോളൊക്കെ ഒന്ന് നെയ്യിൽ വഴറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ രുചി കൂടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.